ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല, നമ്മൾക്ക് പബ്ലിക് എക്സാമിൻ്റെ ടൈം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. മാർച്ച് ഏപ്രിലൊക്കെ ആയിട്ടാണ് എക്സാമുകൾ നടക്കുന്നത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 6 മാസം മുൻപേ അല്ലെങ്കിൽ ഒരു 3-4 മാസം മുൻപേ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഓക്കെ പഠിക്കാം, നാളെ ആവട്ടെ എന്ന് പറയും. പക്ഷെ ആ നാളുകൾ ഇന്നും ആയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നിങ്ങൾ എപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനിയിപ്പം നമ്മളെ നീട്ടിക്കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും പഠിക്കേണ്ടതാണ്, എന്തായാലും നമുക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു സമയം തന്നെ നിങ്ങൾ തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ലോട്ടറി പോലെ നാളെ എന്ന് പറഞ്ഞ എക്സാമിൻ്റെ തലേന്ന് അയക്കാനാലും അത് നാളത്തേക്ക് തന്നെ മാറുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരു വരിയാണെങ്കിൽ ഒരു വരി അല്ലെങ്കിൽ രണ്ട് വരിയെങ്കിലും പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അത് തുടക്കമായി വെച്ചുകൊണ്ട് അങ്ങോട്ട് തുടങ്ങുക തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ പഠന കാര്യത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ചില ആളുകൾ പറയുന്നതൊക്കെ പഠിക്കുന്നുണ്ട് പക്ഷേ മെമ്മറിയിൽ നിൽക്കുന്നില്ല, മറന്നു പോകുന്നു എന്നുള്ളത്. ചില ആളുകൾ പറയുന്നത് പഠിക്കാനൊട്ടും താല്പര്യമില്ല എന്നുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പാരൻസ് ആണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ 10ാം ക്ലാസ്സിലൊക്കെ എക്സാം എഴുതുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങളും അവരുടെ കൂടെ തന്നെ ഏർലി മോർണിംഗിലൊക്കെ എണീക്കാനും അവരുടെ കൂടെ തന്നെ ആ ഒരു പ്രോസസ്സിലൂടെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങളും കൊടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇത് നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ്, കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ്.